നമസ്കാരം. പാലക്കാട് മണ്ഡലത്തിൽ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കുറേ നാളായി ഡീല് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ പിഷാരടി അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ പണം നൽകുന്ന ദൃശ്യങ്ങൾ, വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണാടി ഭാഗത്താണ് BJP പ്രവർത്തകർ എത്തി പണം നൽകുന്നത്. ഇത് കൃത്യമായി ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നാണ്. ദൃശ്യങ്ങൾ കള്ളം പറയില്ല, ദൃശ്യങ്ങൾ സത്യമേ പറയുള്ളൂ. ആ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്തവരെ ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ കർണമടിച്ച് പൊട്ടിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഈ ദൃശ്യങ്ങൾ സത്യങ്ങളുണ്ട്. ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്തിട്ട് ഓട്ടോ ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുത്തിട്ട് മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു വിളിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ച് വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാണാണ്. ഫോട്ടോ എടുക്കുന്ന നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാ. നമ്മളെ അറിയാലോ. ഫോട്ടോ നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം അല്ല. നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്? നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല നിങ്ങളിപ്പോ അതിനോട് നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി. തീരുന്നില്ല. വീണ്ടും തെളിവുകളാണ് കാണുന്നത്. സാരി നൽകുന്നു. വോട്ടർമാർക്ക് സാരി വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടുകൂടി BJP നടത്തുന്ന വോട്ടുപിടുത്തത്തിന് വേണ്ടി പണമൊഴുക്കുന്നു, സാരി നൽകുന്നു. ഇതൊന്നും കേരളത്തിൽ അങ്ങനെ കണ്ടുപോലും. സാരിയൊക്കെ നൽകുന്ന നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പണം നൽകി, സാരി നൽകി. അതിൻ്റെ ഫോട്ടോസും ഇപ്പോൾ വന്നിട്ടുണ്ട്. സാരി നൽകുന്നത് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥി പിഷാരടിയുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കണം. എന്ത് മാന്യമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഒരാളെയും തേജോവധനം ചെയ്യാൻ ഞാനില്ല. അതേക്കുറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും പറയുന്നില്ല എന്നാണ് പിഷാരടി പറയുന്നത്. അതിനുശേഷം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവതി, വെള്ള വസ്ത്രം ധരിച്ചൊരു യുവതി പണം നൽകുന്ന എന്ന രീതിക്കാണ്. അമ്മ ആദ്യം പറയുന്നു പണം നൽകി എന്ന്, പിന്നീട് അവർ മാറ്റി പറയുന്നു പെൻഷനാണെന്ന രീതിക്ക്. ഞാൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പലതിലും പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് നന്ദി. ആദ്യം വടക്കന്തരയിൽ വെച്ച് തടയുന്ന ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി എന്നുള്ളതാണ് കോൺഗ്രസ് അത് പറയുന്നത്. എവിടെയാണ് ഡീൽ? ആരാണ് ഡീൽ? എന്താണ് ഡീലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അപ്പോൾ ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, BJP അവിടെ പിഷാരടി ജയിക്കുമെന്ന് പറയപ്പെടുന്നു. ആ പറയപ്പെടുന്ന സാഹചര്യത്തിൽ BJP വോട്ട് പിടിക്കുന്നതിന് വേണ്ടി
പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു, സാരി നൽകി സ്വാധീനിക്കുന്നു. അത് കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. ദൃശ്യങ്ങൾ തെളിവായി മാറിയിരിക്കുന്നു. ദൃശ്യങ്ങൾ ഒരു കാലത്തും ഒരു സമയത്തും കളവ് പറയില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്.